ഹാഫിദ് ഇബ്നു അഹ്മദ് അൽ ഹക്കമി റഹിമഹുല്ലാ അവരുടെ കവിത സുല്ലമുൽ ഉസൂൽ ഇലാ മബാഹിസി ഇൽമിൽ ഉസൂൽ, ഓഡിയോ നമ്പർ 14. ഫസ്ൽ, അടുത്ത ഫസ്ൽ. ഫി ബയാനിൻ നൗഇ അസ്സാനി വഹുവ തൗഹീദു ത്വലബി വൽ ഖസ്ദി വഹുവ മഅന ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഫസ്ലിന് ഇതൊരു ഫസ്ലാണ്. ഫി ബയാനിൻ നൗഇ, ഇതൊരു പിരിച്ചിലാണ്. ഫി ബയാനിൻ നൗഇ അസ്സാനി, രണ്ടാമത്തെ ഇനം വിവരിക്കുന്നതിൽ. വഹുവ, അത് തൗഹീദു ത്വലബി വൽ ഖസ്ദി, തേട്ടത്തിൻ്റെയും ഖസ്ദ് നിയ്യത്ത് ഉദ്ദേശ്യത്തിൻ്റെയും തൗഹീദ്. വഹുവ, അത് മഅന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഒരു ഇലാഹും ഇല്ല എന്നതിൻ്റെ ആശയം. ഹദാ വസാനിയ നൗഇ തൗഹീദി ഇഫ്റാദു റബ്ബിൽ അർശി അന്നദീദി അൻ തഅബുദല്ലാഹ ഇലാഹൻ വാഹിദാ മുഅ്തരിഫൻ ബിഹഖ്ഖിഹി ലാ ജാഹിദാ وهو الذي به الإله أرسل رسله يدعون إليه أولا وأنزل الكتاب والتبيان من أجله وفرق الفرقان وكلف الله الرسول المجتبى قتال من عنه تولى وأبى حتى يكون الدين خالصا له سرا وجهرا دقه وجله وهكذا أمته قد كلفوا بذا وفي نص الكتاب وصفوا وقد هوته لفظة الشهادة فهي سبيل الفوز والسعادة من قالها معتقدا معناها وكان عاملا بمقتضاها في القول والفعل ومات مؤمنا يبعث يوم الحشر ناج آمنا فإن معناها الذي عليه دلت يقينا وأهدت إليه أن ليس بالحق إله يعبد إلا الإله الواحد المنفرد بالخلق والرزق وبالتدبير جل عن الشريك والنظير وبشروط 7 قد قيدت وفي نصوص الوحي حقا وردت فإنه لم ينتفع قائلها بالنطق إلا حيث يستكملها العلم واليقين والقبول والانقياد فادر ما أقول والصدق والإخلاص والمحبة وفقك الله لما أحب. ഹാദ, ഇത്, അതായത് തൗഹീദു ത്വലബി വൽ ഖസ്ദ്, ത്വലബ് തേട്ടത്തിൻ്റെയും ഖസ്ദിൻ്റെയും തൗഹീദ്, അതുമായി ബന്ധപ്പെട്ട തൗഹീദ്. വസാനിയ നൗഇ തൗഹീദി, തൗഹീദിൻ്റെ 2 ഇനങ്ങളിൽ രണ്ടാമത്തത്. ആദ്യം ഒന്ന് ഇസ്ബാത്ത് പറഞ്ഞല്ലോ. ഇഫ്റാദു റബ്ബിൽ അർശി, അർഷിൻ്റെ റബ്ബിനെ ഒറ്റയാക്കലാണ്. അന്നദീദി, സമനത്തൊട്ട്. أن تعبد الله إلها واحدا معترفا بحقه لا جاهدا. أن تعبد الله, നീ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണമെന്ന്, ഇലാഹം വാഹിദ, ഒരേ ഒരു ഇലാഹായിട്ട്, മുഅ്തരിഫൻ ബിഹഖ്ഖിഹി, അവൻ്റെ ഹക്ക്, അവനോടുള്ള യഥാർത്ഥ ഹക്ക്, ബാധ്യത, അത് പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട്, ലാ ജാഹിദ, അത് നിഷേധിച്ചുകൊണ്ട് അല്ല. وهو الذي به الإله
أرسل رسله يدعونا إليه أولا وهو അവൻ الذي എങ്ങനെയുള്ളവനാ ബിഹി വഹുവ അവൻ എന്നല്ല വഹുവ അത്, അതായത് തൗഹീദ്, അങ്ങനെയാണ് ഷറഹിൽ കാണുന്നത്. അല്ലദി എങ്ങനെയുള്ള ആ തൗഹീദ് ബിഹി അതുകൊണ്ടാണ് അൽ ഇലാഹു ഇലാഹ് അള്ളാഹു അർസല അയച്ചത് റുസുലഹു അവൻ്റെ മുർസലീങ്ങളെ യദുഊന ഇലൈഹി അതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അവല ആദ്യമായിട്ട് തന്നെ അംബിയ മുർസലീങ്ങൾ ജനങ്ങളെ ക്ഷണിച്ചത് ഏതിലേക്കാണ്? തൗഹീദിലേക്കാണ്. പിന്നെയാണ് മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞത്. വഅൻസലൽ കിതാബ വത്തിബിയാന മിൻ അജ്ലിഹി വഫറഖൽ ഫുർഖാന വഅൻസല അവൻ അല്ലാഹു അവതരിപ്പിച്ചു ഇറക്കി അൽ കിതാബ വിശുദ്ധ വേദഗ്രന്ഥങ്ങളെ. അൽ കിതാബ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനും അതിനു മുമ്പുള്ള വേദങ്ങളും ഒക്കെ ഉൾപ്പെടും. വത്തിബിയാന വിശദീകരണവും അത് തിരുസുന്നത്തൊക്കെ പെടും. മിൻ അജ്ലിഹി അതിൻ്റെ കാരണത്താൽ വഫറഖ അപ്പോൾ തൗഹീദിന് വേണ്ടിയിട്ടാണ് ഈ അൽ കിതാബ് വിശുദ്ധ വേദഗ്രന്ഥം ഖുർആൻ ഉൾപ്പെടെയുള്ള വേദഗ്രന്ഥങ്ങളും അതിൻ്റെ വിവരണങ്ങളും അതായത് തിരുചര്യ നബി സുന്നയുടെ ചര്യയൊക്കെ ഇറക്കിയത്. വഫറഖൽ ഫുർഖാന വഫറഖ അവൻ വേർതിരിക്കുകയും ചെയ്തു. അൽ ഫുർഖാന ഒരു വേർതിരിക്കൽ, അതായത് സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ചത്. وكلف الله الرسول المجتبى قتال من عنه تولى وأبى وكلف അള്ളാഹു ബാധ്യതയാക്കി, നിർബന്ധ ബാധ്യതയാക്കി റസൂലിനെ അൽ മുജ്തബായ റസൂലിനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബാധ്യതയാക്കി. ഖിതാല യുദ്ധം ചെയ്യൽ, മൻ അൻഹു തവല്ല, മൻ അൻഹു അതിനെ തൊട്ട് ആര് തവല്ല പിന്തിരിഞ്ഞുവോ വിസമ്മതിക്കുകയും ചെയ്തുവോ. അപ്പോൾ തൗഹീദ് സ്വീകരിക്കാൻ വിസമ്മതിച്ചവരുമായിട്ടുള്ള ഖിതാൽ എന്ന് പറഞ്ഞാൽ ഇസ്ലാം സ്വീകരിക്കാത്ത എല്ലാവരെയും കൊല്ലുക എന്നതല്ല. അത് വിശുദ്ധ ഖുർആനിലെ ആയത്തുകളിൽ നിന്ന് വ്യക്തമാണ്. അള്ളാഹു ഖിതാൽ ജിഹാദ് എന്ന് പറഞ്ഞാൽ ജിഹാദിൻ്റെ ഒരു ഭാഗമാണ് ഖിതാൽ, ജിഹാദ് മൊത്തം ഖിതാലല്ല. അപ്പോൾ ഖിതാൽ അനുവദിച്ചപ്പോഴാണ് മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെട്ടപ്പോഴാണ്. അപ്പോൾ പ്രതിരോധം എന്ന നിലക്കാണ് ഖിതാൽ അനുവദനീയമായിട്ടുള്ളത്. വെറുതെ പോയിട്ട് ആ മുസ്ലിങ്ങളെ അവർ വിശ്വാസം സ്വീകരിച്ചില്ല എന്നതുകൊണ്ട് കൊല്ലാൻ പാടില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ്. ദീനിൽ എന്തില്ല? ബലാത്കാരമില്ല, ബലാത്കാരമായിട്ടുള്ള മതം മാറ്റമില്ല. റുഷ്ദ് ഗയ്യിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു, സത്യം അസത്യത്തിൽ നിന്ന്, സന്മാർഗം ദുർമാർഗത്തിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു. അപ്പോൾ അത് സത്യം ആര് സ്വീകരിക്കുമോ അവർക്ക് വിജയമുണ്ട് എന്നതാണ്. എന്നാൽ യുദ്ധം തുടങ്ങിയാൽ ശത്രുക്കൾ ഇസ്ലാമിനെതിരെ മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധം ആരംഭിച്ചാൽ അല്ലെങ്കിൽ അവർ ആക്രമിക്കാൻ ഒരുങ്ങിയാൽ അപ്പോൾ അതിനെ പ്രതിരോധിക്കണം. അങ്ങനെയുള്ളൊരു യുദ്ധഘട്ടത്തിൽ ഒരു ശത്രുപക്ഷത്തു നിന്ന് ഒരാൾ ദീൻ ഷഹാദത്ത് കലിമ ഉച്ചരിച്ചാൽ അയാളുടെ ഉള്ളിൽ എന്താണെങ്കിലും അയാളുടെ അകം എന്താണെങ്കിലും മനസ്സെന്താണെങ്കിലും ചിലപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കും. എന്നിരുന്നാൽ പോലും പിന്നെ അയാളെ വധിക്കാൻ പാടില്ല എന്നതാണ്. അതാണ് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കണം. حتى يكون الدين خالصا له سرا وجهرا دقه وجله حتى يكون ഏതുവരെ ആകുന്നത് വരെ അദ്ദീൻ ദീൻ സമർപ്പണം ഖാലിസൻ തനിച്ചായിട്ട് ലഹു അവന് മാത്രം, അള്ളാഹുവിന് മാത്രം. സിറൻ വജഹുറ സിറൻ രഹസ്യമായിട്ടും വജഹുറ പരസ്യമായിട്ടും. ദിഖുഹു അതിൻ്റെ ചെറുതും വജുല്ലുഹു അതിൻ്റെ വലുതും. പൂർണ്ണമായിട്ട് ചെറുതും വലുതുമായിട്ട് എല്ലാ കാര്യങ്ങളും ദീനിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ദീനുൽ ഇസ്ലാം അനുസരിച്ച് ഒരാൾക്ക് ഇവിടെ ജീവിക്കാൻ അയാൾ ഉദ്ദേശിച്ചാൽ അയാൾക്ക് അതനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കണം എന്നതാണ്. അപ്പോൾ അതിന് ആവശ്യമായ ഖിതാൽ നടത്താം. അതിൻ്റെ ചിട്ടവട്ടങ്ങളും ഇസ്ലാമിക ഭരണകൂടവും സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് ഖിതാൽ ബാധകമാകുക. അല്ലാത്തടത്ത് പോയിട്ട് ഖിതാൽ നടത്താൻ പാടുമില്ല. وهكذا أمته قد كلفوا بذا وفي نص الكتاب وصفوا. وهكذا ഇപ്രകാരം ഉമ്മത്തുഹു ആ നബിയുടെ ഉമ്മത്തിനെ ഖദ് കുല്ലിഫു നിർബന്ധിക്കപ്പെട്ടിട്ടുണ്ട്, അത് ബാധ്യതയാക്കിയിട്ടുണ്ട് അവർക്ക്. ബിദാ ഇതുകൊണ്ട് വഫി നസ്സിൽ കിതാബി അൽ കിതാബിൻ്റെ വിശുദ്ധ വേദഗ്രന്ഥത്തിൻ്റെ നസ്സിൽ തന്നെ ഉസിഫു അവർ വിശേഷണം പറയപ്പെട്ടിട്ടുണ്ട്. എന്താണ്? റുഹമാ ഉബൈനഹും അവർക്കിടയിൽ കാരുണ്യമുള്ളവരാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ അഷിദ്ദാ അനിൽ കുഫാർ എന്ന് പറയുന്നുണ്ട്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിൻ്റെ അനുയായികളും അഷിദ്ദാ അനിൽ കുഫാർ കാഫിറുകൾക്കും പേരിൽ
ശക്തമായ നിലപാടുള്ളവരാണ്. അതായത് ഇസ്ലാമിനെ ദ്രോഹിക്കുന്ന, മുസ്ലിങ്ങളെ ആക്രമിക്കുന്ന, മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യുന്ന, ഹർബിയായിട്ടുള്ള യുദ്ധം പ്രഖ്യാപിച്ച കാഫിറുകൾ. وقد حوته لفظة الشهادة فهي سبيل الفوز والسعادة. وقد حوته അത് ഉൾക്കൊണ്ടിട്ടുണ്ട്, അത് തഷ്മല് അത് ഉൾക്കൊള്ളുന്നു. എന്ത്? ലഫ്ളത്തു ഷഹാദ, ഷഹാദത്തിൻ്റെ വചനങ്ങൾ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല, ഒരു ആരാധ്യനുമില്ല എന്ന് സാക്ഷ്യം വഹിക്കുന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് ഞാൻ, ദൂതനാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഫഹിയ അത്, ആ കലിമത്തിൻ്റെ ഷഹാദത്ത് കലിമയുടെ വചനങ്ങൾ, അത് സബീലുൽ ഫൗസി, വിജയത്തിൻ്റെ വഴിയാണ്. സആദ, വിജയം തന്നെയാണ് സആദ എന്ന് പറഞ്ഞത്. ഇരു വീട്ടിലുമുള്ള വിജയം, സആദ. മൻ ഖാലഹാ മുഅ്തഖിദൻ മഅനാഹാ വകാന ആമിലൻ ബിമുഖ്തദാഹാ. മൻ ഖാലഹ, ആരൊരുത്തൻ ആ കലിമ, ഷഹാദത്ത് കലിമ ഉച്ചരിച്ചുവോ, മുഅ്തഖിദൻ, വെറുതെ ഉച്ചരിക്കല്ല, വിശ്വസിച്ചുകൊണ്ട്, മഅനാഹ അതിൻ്റെ ആശയം, വകാന ആമിലൻ, മാത്രമല്ല വിശ്വസിച്ചാൽ മാത്രം പോരാ, അവൻ പ്രവർത്തിക്കുന്നവനായി, കർമ്മനിരതനായി, മുഖത്തല്ലാഹ, ആ കലിമത്തിൻ്റെ, ആ ഷഹാദത്ത് കലിമയുടെ തേട്ടമനുസരിച്ച് ആയി അവൻ്റെ ജീവിതം, അവൻ്റെ കർമ്മങ്ങൾ, പ്രവർത്തനങ്ങൾ. എങ്കിൽ ഫിൽ ഖൗലി വൽ ഫിഅലി വമാത മുഅ്മിന യുബ്അസു യൗമൽ ഹശ്രി നാജിൻ ആമിന. അപ്പം അങ്ങനെ പ്രവർത്തിച്ചു, ഷഹാദത്ത് കലിമ അവൻ ഉച്ചരിച്ചു, അത് അവൻ ഉറച്ചു വിശ്വസിച്ചു, അവൻ അതിൻ്റെ തേട്ടമനുസരിച്ച് അവൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി, കർമ്മങ്ങൾ അങ്ങനെ ചിട്ടപ്പെടുത്തി. എങ്ങനെയൊക്കെ കർമ്മങ്ങളെങ്ങനെ? ഫിൽ ഖൗലി, വചനത്തിൽ, വാക്കിൽ, വൽ ഫിഅലി, പ്രവർത്തിയിലും, വമാത്ത, അങ്ങനെ മാത്രം പോരാ, അവൻ മരിക്കുകയും ചെയ്തു, മുഅ്മിന, സത്യവിശ്വാസിയായ അവസ്ഥയിൽ. അവസാനത്തെ ആഖിബത്താണ്. അള്ളാഹു നമ്മുടെ ആഖിബത്തൊക്കെ നന്നാക്കട്ടെ, അവസാനം അന്ത്യ നിമിഷം ഈമാനോടുകൂടി ആക്കട്ടെ. യുബ്അസു, എങ്കിൽ അവൻ എന്താണ്? യുബ്അസു, അവൻ പുനർജനിപ്പിക്കപ്പെടും. യൗമൽ ഹശ്രി, ഹശ്ർ ദിവസം, ഖിയാമത്ത് നാളിൽ, എല്ലാവരും ഒരുമിച്ച് കൂട്ടുന്ന നാളിൽ. നാജിൻ, വിജയിയായിട്ട്, ആമിന, നിർഭയനായിട്ട്, അവൻ യാതൊരു ഭയക്കാനില്ല. فإن معناها الذي عليه دلت يقينا وهدت إليه. الحمدلله. فإن معناها, അപ്പോൾ നിശ്ചയം അതിൻ്റെ മഅന, തൗഹീദിൻ്റെ ആ കലിമത്തിൻ്റെ ആശയം എന്നത്, അല്ലതി, എങ്ങനെ, അതിന്മേലാണ്, അലൈഹി, അതിന്മേൽ, ദല്ലത്ത്, അറിയിച്ചിരിക്കുന്നു, യഖീനൻ, ഉറപ്പായിട്ട്, വഹദത് ഇലൈഹി, അതിലേക്ക് ഇർഷാദ്, മാർഗദർശനം ചെയ്തിരിക്കുന്നു. എന്താണ് അതിൻ്റെ ആശയം? ആ ഷഹാദത്ത് കലിമയുടെ ആശയം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹുയുടെ ആശയം എന്താണ്? അൻ ലൈസ ബിൽ ഹഖ് ഇലാഹു യുഅബദു ഇല്ലൽ ഇലാഹുൽ വാഹിദുൽ മുൻഫരിദു. അൻ ലൈസ, ഇല്ല എന്നത്, ബിൽ ഹഖ്, സത്യമായിട്ട്, യഥാർത്ഥമായിട്ട്, ഇലാഹുൻ, ഒരു ഇലാഹുമില്ല എന്നത്, യുഅബദു, ആരാധിക്കപ്പെടുന്ന, ഇബാദത്ത് ചെയ്യപ്പെടുന്ന ഒരു ഇലാഹുമില്ല, സത്യത്തിൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഇലാഹുകൾ കുറേ ഉണ്ട്, ആരാധിക്കപ്പെടുന്ന എന്തിനൊക്കെയോ ആളുകൾ ആരാധിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടാൻ അർഹനായിട്ടുള്ള ഒരു ഇലാഹ് ഇല്ല എന്ന്. ഇല്ലൽ ഇലാഹുൽ വാഹിദുൽ മുൻഫരിദ്, ഒരേ ഒരു ഒറ്റയായ, ഏകനായ അൽ ഇലാഹ്, അള്ളാഹു ഒഴികെ എന്ന്. അപ്പോൾ അള്ളാഹു മാത്രമാണ് യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടാൻ അർഹൻ. ആരാധിക്കപ്പെടുന്ന ഇലാഹുകൾ വേറെയുണ്ട്. അപ്പോൾ ഖബറുകൾ ആരാധിക്കുന്നുണ്ട്, ഔലിയാക്കൾ ആരാധിക്കുന്നുണ്ട്, അമ്പിയാക്കൾ ആരാധിക്കുന്നവരുണ്ട്, ഇങ്ങനെ പലതിനെയും ആരാധിക്കുന്നവരുണ്ട്. ബിംബങ്ങൾ ആരാധിക്കുന്നവരുണ്ട്, ചന്ദ്രനെ, സൂര്യനെ, സർപ്പങ്ങളെ ഒക്കെ ആരാധിക്കുന്ന പല പല ആളുകളുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടാൻ അർഹനായി അവൻ മാത്രമേ ഉള്ളൂ എന്നതാണ്. ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, ഹക്കായിട്ട് ആരാധിക്കപ്പെടാൻ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ ആശയം. അപ്പോൾ ആ മുൻഫരിദ്, അവൻ ഏകനാണ്. എങ്ങനെ? ബിൽ ഖൽഖി വർ-റിസ്ഖി വബിത്തദ്ബീരി ജല്ല അനിശ്ശരീകി വന്നളീരി. ബിൽ ഖൽഖി, സൃഷ്ടിപ്പ് കൊണ്ട്. അപ്പോൾ എന്തിനൊക്കെയോ ഇവിടെ ആരാധിക്കപ്പെടുന്നുണ്ട് എങ്കിലും
അള്ളാഹു മാത്രമാണ് സൃഷ്ടി അവന് മാത്രമേ സാധിക്കൂ, സൃഷ്ടിപ്പ്. വരിസ്ഖി ഭക്ഷണം നൽകലും, തദ്ബീർ കൊണ്ടും ഒക്കെ മുൻഫരിദായ, അതുകൊണ്ടൊക്കെ ഒറ്റയായ എന്ന് പറഞ്ഞാൽ അതൊക്കെ അവൻ മാത്രമാണ് ചെയ്യുന്നത്. ഈ ലോകം മൊത്തം നിയന്ത്രിക്കുന്നത് തദ്ബീർ, മുദബ്ബിറുൽ ആലം, ലോകം നിയന്ത്രിക്കുന്നവൻ ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അല്ല നമ്മുടെ ഊരാണ്. ചില ആൾക്കാർ അങ്ങനെയൊക്കെ പറയും, പൊട്ടന്മാർ അങ്ങനെ പറയുള്ളൂ. ജല്ല അനി ശരീക്കി, അവൻ ശരീക്കിൽ നിന്ന് മുക്തനായവനാണ്, അവൻ അത്യുന്നതനാണ്. വൻ നദീരി, സദൃശൻ ഉണ്ടാവുന്നതിൽ നിന്നും. അപ്പോൾ അവന് ശരീക്കായിട്ട് പങ്കാളിയായിട്ട് ആരുമില്ല, അവന് സമനായിട്ട് സദൃശനായിട്ട് ആരുമില്ല. ഇനി ആ ഷഹാദത്ത് കലിമയുടെ ചില ഷർത്തുകൾ പറയണം, 7 ഷർത്തുകൾ. വബിശുറൂതി സബ്അത്തിൻ ഖദ് ഖുയിദത് വഫീ നുസൂസിൽ വഹി ഹഖ്ഖൻ വറദത്. വബിശുറൂതി സബ്അത്തിൻ 7 നിബന്ധനകൾ, ഷർത്തുകൾ കൊണ്ട് ഖദ് ഖുയിദത്, അത് കൈതാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു നിബന്ധന ഉണ്ട്. വെറുതെ ഷഹാദത്തിൽ ഉച്ചരിച്ചാൽ പോരാ, അത് വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ പോരാ. അപ്പോൾ 7 നിബന്ധനകൾ പറയുന്നത്. വഫീ നുസൂസിൽ വഹി, വഹീൻ്റെ നസ്സുകളിൽ ഹഖ്ഖൻ സത്യമായിട്ട് വറദത്ത്, അത് വന്നിട്ടുണ്ട്. ഫഇന്നഹു ലം യൻതഫിഉ ഖായിലുഹാ ബിന്നുത്ഖി ഇല്ലാ ഹൈതു യസ്തക്മിലുഹാ. ഫഇന്നഹു ലം യൻതഫിഉ, കാരണം അവന് പ്രയോജനപ്പെടുകയില്ല. പ്രയോജനപ്പെടുകയില്ല. ഖായിലുഹ, അത് പറയുന്നവൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന എത്രയോ ആൾക്കാരുണ്ട് വിശ്വസിക്കാതെ. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ബിന്നുത്ഖി, ഉച്ചരിക്കൽ കൊണ്ട്, ഇല്ലാ ഹൈസു യസ്തക്മിലുഹ, അതിനെ പൂർത്തീകരിക്കാതെ. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പ്രഖ്യാപിച്ചാൽ അതനുസരിച്ച് അമൽ ചെയ്യണം, അത് പൂർത്തീകരിക്കണം, അത് വിശ്വസിക്കണം. അല്ലാതെ വെറുതെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. എങ്ങനെയൊക്കെ? അൽ ഇൽമു വൽ യഖീനു വൽ ഖബൂലു വൽ ഇൻഖിയാദു ഫദ്രി മാ അഖൂലു. അൽ ഇൽമു, അറിയണം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഇനി അറിയണം, അത് ലാ ഇലാഹ ഇല്ലല്ലാഹിൻ്റെ ആശയം അറിയണം. വൽ യഖീൻ, പിന്നെ ശക്കുണ്ടാകാൻ പാടില്ല, മുർത്താബാകരുത്, അവൻ സംശയാലുമാവരുത്, ഉറച്ച് വിശ്വസിക്കണം. വൽ ഖബൂലു, അത് സ്വീകരിക്കണം, ഖബൂലിയത്ത് വേണം. വൽ ഇൻഖിയാദു, കീഴ്പ്പെടണം. ആർക്ക്? അള്ളാഹുക്ക് മാത്രം കീഴ്പ്പെടണം. ഇസ്ലാം, അവനാണ് മുസ്ലിം. ഫദ്രി മാ അഖൂലു, അപ്പോൾ ഞാൻ പറയുന്നത് നീ മനസ്സിലാക്കുക, അറിയൂ. വസ്സിദ്ഖു വൽ ഇഖ്ലാസു വൽ മഹബ്ബ വഫഖക അല്ലാഹു ലിമാ അഹബ്ബ. വസ്സിദ്ഖു, സത്യം, സത്യപ്പെടുത്തണം, സത്യമായിരിക്കണം അവൻ്റെ വിശ്വാസം, മുനാഫിഖാകരുത്, കദിബാവരുത്. വൽ ഇഖ്ലാസു, ഇഖ്ലാസ്, ആത്മാർത്ഥതയോടുകൂടി അള്ളാഹുവിനെ മാത്രം വജഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ്. വൽ മഹബ്ബ, സ്നേഹം വേണം. എങ്ങനെ? അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക, അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത്, അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹം. അൽ ഹുബ്ബു ഫില്ലാ അൽ ബുഗ്ദു ഫില്ലാ എന്നതാണ് ആശയം. വഫഖക അല്ലാഹ്, അള്ളാഹു നിനക്ക് തൗഫീഖ് നൽകട്ടെ, ലിമാ അഹബ്ബ, അവൻ തൃപ്തിപ്പെടുന്നതിലേക്ക്.